ശബരിമലയിൽ മണ്ഡലപൂജ ഈ മാസം 27-നാണ്. രാവിലെ 10:10-നും 11:30-നും ഇടയിലെ മുഹൂർത്തത്തിലാണ് പൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്താണ് അവിടെ നിന്ന് ഇന്നിപ്പോൾ രാവിലെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ശ്രീജ, ഇനി മണ്ഡലപൂജയുടെ തിരക്കിലേക്ക് ശബരിമല കടന്നിരിക്കുകയാണ്. ഈ മാസം 27-ന് മണ്ഡലപൂജ നടക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. 27-ാം തീയതി രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക എന്നുള്ളൊരു കാര്യം ഇന്നലെയാണ് തന്ത്രി അറിയിച്ചത്. ഏതായാലും ഇനി മണ്ഡലപൂജയുടെ ദിവസങ്ങളാണ്. നാളെ മുതൽ തങ്കാങ്കി ഘോഷയാത്ര ആരംഭിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ തങ്കാങ്കി ഘോഷയാത്ര ആരംഭിക്കുന്നത്. മണ്ഡലപൂജ ദിവസം ഭഗവാനെ ചാർത്തുന്നതിന് വേണ്ടിയാണ് ഈ തങ്കാങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഘോഷയാത്ര നാളെ ആറന്മുളയിൽ നിന്ന് ആരംഭിക്കും. ഈ മണ്ഡലപൂജ ദിവസം അന്ന് നടക്കുന്ന പ്രധാന ചടങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അന്ന് രാവിലെയാണ് ഈ ഈ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ദീപാരാധന നടക്കുക. ആ ദീപാരാധനയ്ക്ക് ശേഷം പിന്നീട് ഈ മണ്ഡലപൂജ നടക്കും. അതിനുശേഷം ഏതായാലും തങ്കയാങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന കൂടി നടത്തിക്കൊണ്ടാണ് അന്ന് വൈകിട്ട്, അതായത് 27-ാം തീയതി വൈകിട്ട് 11 മണിക്ക് ഹരിവരാസനം പാടിയാണ് ഈ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിക്കുക. പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ഈ മാസം 30-ാം തീയതിയാണ് ശബരിമല നട വീണ്ടും തുറക്കുക. ഈ കാര്യം ഏതായാലും തന്ത്രി അറിയിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോൾ മണ്ഡലപൂജയുടെ ദിവസങ്ങളിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ കടക്കുകയാണ്. നാളെ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ഈ തങ്കാങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലുമായിട്ട് തങ്കാങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. അതിനുശേഷം 26-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് ശബരിമലയിലേക്ക് തങ്കാങ്കി എത്തുക. 6:30-ക്ക് 26-ാം തീയതി വൈകിട്ട് 6:30-ക്ക് തങ്കാങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. അതിനുശേഷം ഈ തങ്കാങ്കി ചാർത്തിക്കൊണ്ടുള്ള ആദ്യ ദീപാരാധന അത് 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്ത് നടക്കും. പിറ്റേ ദിവസമാണ് ഏതായാലും മണ്ഡലപൂജ നടക്കുക. ഏതായാലും ഈ ദിവസങ്ങളിലേക്ക് തിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ തിരക്കിൽ അല്പം കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കായിരുന്നു. 1 ലക്ഷത്തിനടുത്ത് അയ്യപ്പന്മാർ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിരുന്നു. എന്നാൽ ഇന്നലത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളെ കണക്കുകളെ അപേക്ഷിച്ച് വലിയ കുറവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 76,535 അയ്യപ്പന്മാരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാവിലത്തെയും ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ ഉഷപൂജയുടെ സമയമാണ് സന്നിധാനത്ത്. ഈ പൂജയ്ക്ക് മുൻപായി നട അടക്കുന്നതിന് മുന്നായിട്ടുള്ള ഒരു തിരക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ഒരു തിരക്ക് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. മണ്ഡലപൂജയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. കൂടാതെ തന്നെ അവധി ദിവസങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയൊരു തിരക്ക് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി കിരൺ, സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കിരൺ കുമാർ.